അജീഷ് ശേഖമാർ ചെയ്യുന്നുണ്ട്. അജീഷ്, ഇതാ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത് കന്യാകുമാരി ഫോക്കസ്ഡ് എന്ന അവസ്ഥയിൽ നിന്ന് മാറി കുഴിത്തുറ, ഇരണിയൽ, നാഗർകോവിൽ, കോട്ടാർ സ്റ്റേഷനുകളിൽ വ്യാപക പരിശോധനയ്ക്ക് നിർദ്ദേശം എന്നുള്ളതാണ്. അതിന് കൂടുതൽ പോലീസ് സന്നാഹം വേണ്ടിവരും. ആ മിഷൻ കുറച്ചുകൂടി ഒരു വലിയ മിഷനായി അതിനെ പുനരവതരിപ്പിക്കേണ്ടി വരും. അജീഷ്. തീർച്ചയായും ഹാഷ്മി, കന്യാകുമാരിയുടെ ഈ റെയിൽവേ സ്റ്റേഷൻ പോലെ തന്നെ ഇവിടുത്തെ അന്വേഷണം ഏതാണ്ട് ഒരു ഡെഡ് എൻഡ് ആയി കഴിഞ്ഞു. കാരണം ഇവിടെ ഈ CCTV രാവിലെ മുതൽ കാര്യക്ഷമമായി തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്തെ CCTVയിൽ നിന്നും പുറത്തെ CCTVയിൽ നിന്നും പെൺകുട്ടി ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെ പോലീസ് എത്തുകയാണ്. ആ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴിയും വിശ്വസിക്കേണ്ടി വരും. അയാളുടെ മൊഴിയും കാര്യമായിട്ട് എടുക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ CCTV പരിശോധനയൊക്കെ ഇപ്പോൾ 2 വട്ടം, ആദ്യം ഒരു സൂക്ഷ്മമായ പരിശോധന നടത്തിയിരുന്നു, രണ്ടാമത് അത് ഓടിച്ച് എല്ലാ വിഷ്വൽസും ഒന്നും കൂടി പരിശോധന നടത്തിയിരുന്നു. പക്ഷേ അതിലും ഒരു സൂചനയും കിട്ടിയില്ല. അപ്പോൾ കന്യാകുമാരി പെൺകുട്ടിയിൽ എത്തിയിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെ പോലീസ് എത്തുകയാണ്. പക്ഷേ പോലീസ് ഇപ്പോൾ ഇവിടെ തുടരുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം അനുസരിച്ച് ഇവർ ഇവിടുന്ന് മാറും അതിനുള്ള സാധ്യതയാണെന്ന് കാണുന്നത്. അതിനപ്പുറത്ത്, അതായത് കന്യാകുമാരിക്ക് മുമ്പുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ ഏതെങ്കിലും ഒന്നിൽ, പാറശാലയ്ക്ക് ശേഷം കന്യാകുമാരിക്ക് മുൻപുമുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഏതെങ്കിലും ഒന്നിൽ പെൺകുട്ടി ഇറങ്ങാനുള്ള ഒരു സാധ്യതയാണ് പോലീസ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ കുഴിത്തുറ, ഇരണിയൽ, കോട്ടാറ്, നാഗർകോവിൽ, ഈ 4 റെയിൽവേ സ്റ്റേഷനാണുള്ളത്. ഇതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ നാഗർകോവിലാണ്. അവിടെയാണ് ഈ കന്യാകുമാരി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുമിച്ച് ഇറങ്ങുന്നൊരു സ്ഥലം നാഗർകോവിലാണ്. അവിടെ നിന്ന് പിന്നീട് അവിടുന്ന് ചെന്നൈയിലേക്കും മറ്റും സർവീസുകളുമുണ്ട്, മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ സർവീസുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത നാഗർകോവിൽ ഇറങ്ങാനുള്ള സാധ്യതയാണ്. അത് മാത്രമല്ല മറ്റു റെയിൽവേ സ്റ്റേഷനുകളിലും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും പരിശോധിക്കാനുള്ളൊരു നടപടിയിലേക്കാണ് പോലീസ് അടുത്തിനി കടക്കുന്നത്. അതിനുവേണ്ടി പാറശാലയിൽ നിന്നുള്ളൊരു സംഘം പുറപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ ഇതുവരേക്കും പരിശോധന ആരംഭിച്ചിട്ടില്ല എന്നാണ് വിവരം. എന്തായാലും നിർണായകമായ മണിക്കൂറുകളെല്ലാം കഴിഞ്ഞു. ഇന്നലത്തെ ആ ഐലൻഡ് എക്സ്പ്രസിൽ ആണെങ്കിൽ ഇന്നലെ ഏതാണ്ട് 3 മണിക്ക് ആ സമയത്ത് മുന്നേ തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഏതെങ്കിലും ഒന്നിൽ ഈ പെൺകുട്ടി ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് 12 മണിക്കൂറാവും പോകുന്നു. അപ്പോൾ ഈ പെൺകുട്ടി അവിടെ നിന്ന് എങ്ങോട്ട് വേണമെങ്കിലും പോകാം, തമിഴ്നാട്ടിലെ ബസിക്കറി മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ വേണമെങ്കിലും പോകാം, അങ്ങനെയുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് നിലവിൽ കടക്കുന്നത്. എന്തായാലും കന്യാകുമാരിയിലെ അന്വേഷണം പോലീസ് അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഇനി ഒരു ഫോർമാലിറ്റി മാത്രമാണുള്ളത്. ഇനി ഇവിടുന്ന് പോലീസ് ഉദ്യോഗസ്ഥർ, ഇപ്പോൾ SIയുടെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ കൺട്രോൾ റൂമിൽ പരിശോധന നടത്തിയിരുന്നത്. ആ ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് മടങ്ങിക്കഴിഞ്ഞു. ഇനി ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടെ നിന്നുള്ളൊരു സംഘം ഇങ്ങോട്ടേക്കും പുറപ്പെട്ടിട്ടുണ്ട്. അതായത് മറ്റ് റെയിൽവേ സ്റ്റേഷനിൽ, ഈ കുഴിത്തുറ, അതേപോലെ തന്നെ ഇരണിയൽ, നാഗർകോവിൽ, കോട്ടാറ് പോലുള്ള റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടത്താൻ അവരും പുറപ്പെട്ടു കഴിഞ്ഞു. എന്തായാലും തമിഴ്നാട് പോലീസിന്റെ സഹായം ഇവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും അതെല്ലാം ഇനി കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കാൻ. എന്തായാലും പോലീസിന്റെ ഈ കാര്യത്തിലുള്ളൊരു നീക്കം അതൊരു ഫെയിലിയർ ആയിപ്പോയി. കാരണം ഇന്നലെ പുലർച്ചെ തന്നെ ഈ പെൺകുട്ടി ട്രെയിനിലുണ്ടെന്ന് ഉള്ളൊരു സൂചന കിട്ടിയിട്ട് പോലും കന്യാകുമാരി മാത്രമാക്കി പരിശോധന നടത്തിയതിൽ വീഴ്ച സംഭവിച്ചു എന്ന് വേണമെന്ന് നമുക്ക് പറയാം. മറ്റു സ്റ്റേഷനിലൊന്നും പരിശോധിക്കാത്തത് ഇതൊരു വലിയ വീഴ്ച തന്നെയാണ്. മറ്റു അന്വേഷണ സംഘത്തെ കൂടി അങ്ങോട്ടേക്ക് അയച്ച് അവിടുത്തെ CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ പെൺകുട്ടിയെ കുറച്ചും കൂടി നേരത്തെ നമുക്ക് കണ്ടെത്താമായിരുന്നു. എന്തായാലും വൈകാതെ തന്നെ പെൺകുട്ടിയെ കണ്ടെത്താൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. ഇപ്പോൾ നിലവിൽ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണെങ്കിൽ പോലും ഇനി വരുന്ന മണിക്കൂറുകളിൽ മറ്റു റെയിൽവേ സ്റ്റേഷനുകളിൽ നടത്തുന്ന പരിശോധനയിൽ എന്തെങ്കിലും തുമ്പ് കിട്ടാനാകുമോ എന്നാണ് പോലീസ് നോക്കുന്നത്. അജീഷ് ശേഖമാർ വാർത്തയുടെ വിവരങ്ങൾ പറയുകയാണ്. റോബിൻ തോമസ് പ്രേക്ഷകൻ പറയുന്നു, ആഷ്മിയ കമ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നവരുടെ ലിസ്റ്റ് എടുത്തിട്ട് അവരോട് ചോദിച്ചാൽ മനസ്സിലാകും കുട്ടി എവിടെ ഇറങ്ങി എന്ന് മനസ്സിലാകുന്ന കാര്യം പറയുകയാണ്. അതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ടാകണം. ബബിത എന്ന് പറയുന്ന നമ്മുടെ 24 പ്രേക്ഷകയായ പെൺകുട്ടി എടുത്ത ഫോട്ടോയാണ് പോലീസിന് കിട്ടിയ ഏക ലീഡ്. അപ്പോൾ ആ ലീഡ്, ആ ബബിതയുടെ കമ്പാർട്ട്മെന്റ് മറ്റാരെങ്കിലും ഉണ്ടോ, എവിടെയെങ്കിലും ഇറങ്ങി കണ്ടിട്ടുണ്ടോ, പാറശാലയ്ക്ക് അപ്പുറത്തേക്ക് കുട്ടി പോയിട്ടുണ്ടോ എന്നൊക്കെ കാര്യങ്ങൾ ഒരുപക്ഷെ ആ കമ്പാർട്ട്മെന്റിലെ കൂടുതൽ ആളുകളുടെ വിശദാംശങ്ങൾ എടുത്താൽ ലഭ്യമാവുകയും ചെയ്യും. ഒരുപക്ഷെ പോലീസ് ആ വഴിക്ക് പരിശോധിക്കുന്നുമുണ്ടാകണം. പക്ഷേ അത് കുറച്ചൊരു ദുഷ്കരമായ ഒരു പരിശോധനാ രീതിയാണ് നമുക്കെല്ലാവർക്കും അറിയാം. എന്തായാലും ഈ കന്യാകുമാരിയിൽ മാത്രം ഏകദേശം ഒരു 5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 6 മണി സമയമായപ്പോൾ പോലീസ് സംഘം, നമ്മുടെ ഷെഫീദ് റാവുത്തറും പോലീസ് സംഘമൊക്കെ അങ്ങോട്ടേക്ക് എത്തിയതാണ്. 6 മണി, 7, 8, 9, 10, 11, 12 മണി വരെയെങ്കിലും ഒരു 5-5.5 മണിക്കൂറെങ്കിലും വളരെ കൃത്യമായി ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ മാത്രം കേന്ദ്രീകരിച്ച്, അതിൻ്റെ ചുറ്റുപാടുകൾ കേന്ദ്രീകരിച്ച്, ആ ബീച്ച് സൈഡ് കേന്ദ്രീകരിച്ച്, കടയോരങ്ങൾ കേന്ദ്രീകരിച്ച്, തിരുവോര കടയിലുള്ളവരെ ഈ ചിത്രമൊക്കെ കാണിച്ചുകൊണ്ടുള്ള പരിശോധന 5 മണിക്കൂറോളം അവിടെ നമ്മൾ ചെലവഴിച്ചു. അത് ആ അന്വേഷണത്തിൽ ഏറ്റവും ഗോൾഡൻ അവേഴ്സ് ആണെന്ന് പറയാം. അതിനുശേഷമാണ് CCTV പരിശോധനയിൽ ആ കുട്ടി അവിടെ ഇല്ല എന്നുള്ള ആ വിവരത്തിലേക്ക് നമ്മൾ അതിനുശേഷമാണ് ഇപ്പോൾ മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് പരിശോധന കൂടുതൽ ശക്തമാക്കുന്നത്.